അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം നിറവേറാനുണ്ട്, എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം, അങ്ങനെ എന്തെങ്കിലും നിറവേറാൻ അല്ലെങ്കിൽ ആ പ്രശ്നം നമ്മളിൽ നിന്ന് ഒഴിവാകണം. അതിനുള്ള പരിഹാരമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരുപാട് കടമുണ്ട്, ഒരുപാട് കടത്തിൽപ്പെട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയിൽ തടസ്സം നേരിട്ട് ജോലി കിട്ടാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ല, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചയില്ലാതെ പ്രശ്നത്തിലായി നിൽക്കുകയാണോ, അങ്ങനെ എന്തിനും ഏതിനും ഒരു പരിഹാരമാണ് ഈ ഒരു സ്വലാത്ത്. നമുക്കറിയാം, സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു മരുന്നാണ്. നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വലാത്തിലുണ്ട്. ഈ പുണ്യമായ റമളാനിലും അൽഹംദുലില്ലാ സ്വലാത്ത് ഓതി നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇബ്രാഹിമിയ സ്വലാത്തിന് ഒരുപാട് മഹത്വമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയതാണ്. ഇത് ചൊല്ലിയിട്ട് ജോലി കിട്ടിയ ആളുകളുണ്ട്. വിസൻ്റെ കാര്യത്തിൽ തടസ്സം നേരിട്ടതിൽ റെഡിയായ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറിയ അനുഭവങ്ങൾ ഉണ്ട്. ഇന്ന് പറയാൻ പോകുന്നതും ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ഒരു മഹത്വമാണ്. ഇതിനൊരു വേറൊരു മഹത്വം കൂടിയുണ്ട്. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമായ റമളാനിലാണ്. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങുന്നത്, അതിൻ്റെ ശക്തിയും പവറും എല്ലാം കൂടും. പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം ലഭിക്കാനും ചെയ്യും. നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് എണീക്കുമ്പോൾ, സുബഹിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം, ഹൃദയശുദ്ധിയോടുകൂടി മനസ്സിൽ മറ്റൊരു ചിന്തകളും ഇല്ലാതെ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് അള്ളാഹുവിനിൽ ഭാരം ഏൽപ്പിച്ചുകൊണ്ട്, ഒരാളോടും ദേഷ്യമോ വെറുപ്പോ ഇല്ലാതെ നമ്മുടെ ഹൃദയം നല്ല ശുദ്ധിയോടെ അള്ളാഹുവിനോട് ഈ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ, പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, ഞാനിത് ചൊല്ലിയാൽ എനിക്ക് കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി, എനിക്കിത് കിട്ടുമെന്ന മനസ്സിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം ഇത് ചെയ്യാൻ. എനിക്കിത് എൻ്റെ റബ്ബ് തരും എന്ന വിശ്വാസത്തോടുകൂടി, എൻ്റെ റബ്ബ് എനിക്ക് സഹായത്തിനുണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് നമ്മൾ എന്ത് ഉദ്ദേശമായാലും അത് അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് പറയുക. തഹജ്ജുദ് നമസ്കാര ശേഷം അല്ലെങ്കിൽ സുബഹി നമസ്കാര ശേഷം ചൊല്ലുക. ജീവിത പ്രശ്നമായാലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമായാലും, അങ്ങനെ എന്ത് പ്രശ്നമായാലും അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് പറയുക. അതേപോലെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും, അതിനെല്ലാം അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ഇബ്രാഹിമിയ സ്വലാത്ത് 313 പ്രാവശ്യം നേർച്ചയാക്കി ചൊല്ലുക. ഇങ്ങനെ നമ്മൾ അന്ന് വൈകുന്നേരം മഗ്‌രിബിന് മുമ്പായി ചൊല്ലിത്തീർക്കുക. എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായാലും, സങ്കടങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും അത് മാറാൻ, എന്ത് നേടാൻ വേണ്ടിയും, മനുഷ്യന് സംഭവിക്കുന്ന എന്ത് പ്രശ്നമായാലും ഇത് ചൊല്ലി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉത്തരം ലഭിക്കും. നമുക്കും 3 പ്രാവശ്യം ഒന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليكم.